ഏത് മോഡലാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ പറ്റും. ഏത് മോഡലിനോടാണ് വളരെ പെട്ടെന്ന് ഗ്ലാൻസയ്ക്ക് സാദൃശ്യം തോന്നുന്നത് എന്നുള്ളൊരു കാര്യം കമൻറ്റ് ചെയ്യുക. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് മാരുതി സുസുക്കി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി അവരുടെ ഏറ്റവും പുതിയ ബലീനോയെ ഒരുപാട് മാറ്റങ്ങളോടുകൂടി വാഹന വിപണിയിലേക്ക് അവതരിപ്പിച്ചത്. ആ സമയത്ത് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പുതിയ ഗ്ലാൻസയെ എന്ന് പറയാം. കാരണം സുസുക്കി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയും ടൊയോട്ട എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയും അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ബോണ്ടിൻ്റെ ഭാഗമായിട്ട് ഒരു ക്രോസ് ബാഡ്ജിങ് കോൺസെപ്റ്റ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വാഹന വിപണിയിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ഗ്ലാൻസയുടെ കൂടെയാണ് ഇന്ന് നമ്മളുള്ളത്. അതായത് ടൊയോട്ട ഗ്ലാൻസ 2022 മോഡൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് 2022 മോഡലിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും അതിൻ്റെ പ്രത്യേകതകളുമാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇതാണ് 2022 മോഡൽ ഗ്ലാൻസ. നമ്മൾ ബലീനോ ഡ്രൈവ് ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലാൻസയുടെ വരവിനെ കുറിച്ച്. ആ ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. അത് വലിയൊരു പ്രഡിക്ഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരുപാട് മാറ്റങ്ങളാണ് ഗ്ലാൻസ 2022 എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്നാണ്. കാരണം കഴിഞ്ഞ ഗ്ലാൻസ വന്നപ്പോൾ, അതായത് ഇതിന് തൊട്ട് മുമ്പത്തെ വേർഷൻ വന്ന സമയത്ത് കാര്യമായ ചേഞ്ചുകളൊന്നും തന്നെ നമുക്ക് പറയാനുണ്ടായിരുന്നില്ല. പ്രധാനമായിട്ട് നമുക്ക് പറയാനുണ്ടായിരുന്നത് ഗ്രില്ലിലെ ഒരു ചെറിയ ചേഞ്ചും അതുപോലെ തന്നെ ലോഗോ ചേഞ്ചും മാത്രമായിരുന്നുവെങ്കിൽ ഈ വാഹനത്തിനകത്ത് ഒരുപാട് വ്യത്യസ്തത നമുക്ക് കാണാം. ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റും ടൊയോട്ടയുടെ അന്താരാഷ്ട്ര വിപണിയിലുള്ള ചില മോഡലുകളോട് വളരെ പെട്ടെന്ന് സാദൃശ്യം തോന്നുന്ന തരത്തിലാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് എന്ന് പറയാം. അപ്പോൾ ചോദ്യം ഏത് മോഡലാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ പറ്റും. ഏത് മോഡലിനോടാണ് വളരെ പെട്ടെന്ന് ഗ്ലാൻസയ്ക്ക് സാദൃശ്യം തോന്നുന്നത് എന്നുള്ളൊരു കാര്യം കമൻറ്റ് ചെയ്യുക. അത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ പുതിയ ഗ്ലാൻസയിൽ വന്നിട്ടുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താം. അതാണ് ഇൻവോൾവ് 1ൻ്റെ കാർ പെർഫ്യൂം എന്ന് പറയുന്നത്. കണ്ടോ, അതിൻ്റെ രസമല്ലേ? നമുക്ക് നമ്മുടെ കപ്പ് ഹോൾഡറിൻ്റെ അകത്തൊക്കെ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന തരത്തിലൊരു പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില വീഡിയോകളിൽ ഇതിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിചയപ്പെടുത്തിയ സമയത്ത് ഒരുപാട് ആളുകൾ അങ്ങനെ വാങ്ങിയിട്ട് വളരെ നല്ല ഫീഡ്ബാക്കാണ് ആളുകളുടെ ഭാഗത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. കാണുന്ന സമയത്തൊക്കെ പറയും ഇൻവോൾവ് 1 കൊള്ളാട്ടോ. അതുപോലെ തന്നെ ചില ആളുകൾ നമ്മൾ ലിങ്ക് ഇട്ടതിൻ്റെ, അതായത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടതിൻ്റെ അടിയിൽ തന്നെ ഫേസ്ബുക്കിലൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണെന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഇതിനകത്ത് വുഡൻ ബോക്സുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. കെമിക്കലായിട്ടുള്ള ലിക്വിഡുകളൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ കെമിക്കൽ ലിക്വിഡുകൾ വാഹനത്തിനകത്ത് വെക്കുന്നതിനെ നമ്മൾ അങ്ങനെ അധികം പ്രോത്സാഹിപ്പിക്കാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള ഒരു കാരണം. അപ്പോൾ അതായത് വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്യുക. 350 രൂപയാണ് പ്രൈസ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട്. ആ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 10% ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ വീണ്ടും നമ്മുടെ ഗ്ലാൻസയിലേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഈ ഗ്രില്ലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഗ്രില്ലാണ് ശരിക്കും ഈ ഒരു വാഹനത്തെ ടൊയോട്ടയുടെ ഇൻ്റർനാഷണൽ ടച്ചിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് പറയാം അല്ലേ. അപ്പോൾ ആ മോഡൽ അറിയുന്ന ആളുകൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ടൊയോട്ടയുടെ ലോഗോ കാണാം. തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ഫ്രണ്ട് ക്യാമറ കാണാം. ഈ വാഹനത്തിനകത്തൊരു 360 ഡിഗ്രി ക്യാമറ വ്യൂ വരുന്നുണ്ട്. അപ്പോൾ തന്നെ വെറൈറ്റി ആയിട്ടുള്ളൊരു ബമ്പറും നമുക്കിവിടെ കാണാൻ കഴിയും. അതൊരു വ്യത്യസ്തമായിട്ടുള്ള ലുക്ക് വാഹനത്തെ ദൂരത്തുനിന്ന് നോക്കുന്ന സമയത്ത് കൊടുക്കുന്നുണ്ട് എന്ന് പറയാം അല്ലേ. കുറച്ചും കൂടി ഒരു യുണീക്ക് ലുക്ക് എന്ന് ശരിക്കും പറയാൻ പറ്റും. അത് ബമ്പർ ക്രമീകരിച്ചുള്ള ശരിക്കും ഒരു കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്ത പോലെയാണ്. നല്ല രസമുണ്ട് കാണാൻ, അടിപൊളി. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഹണികോം ഗ്രില്ലും കാര്യങ്ങളൊക്കെ കാണാം. അതും നൈസായിട്ടുള്ള സംഭവം, നമ്മുടെ എയർ ഡാമിൻ്റെ ഭാഗം. അതുപോലെ തന്നെ ഇവിടെയാണ് ഫോഗ് ലാമ്പ് ഹൗസിങ്ങും നല്ല രസമുണ്ട്. ഒരു സി ഷേപ്പ്ഡ്, നമ്മൾ അർബൻ ക്രൂസറിലൊക്കെ കണ്ടതിൻ്റെ പോലെ തന്നെയുള്ള ഒരു സി ഷേപ്പ്ഡ് ആയിട്ടുള്ളൊരു ഹൗസിങ് കൊടുത്തിട്ടാണ് ഇതിനൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാം. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റാണ്. അത് ഇൻഡിക്കേറ്റർ ഹാലജനാണ്. അതുപോലെ തന്നെ DRL ആ ഒരു L ഷേപ്പിലാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് എന്ന് പറയാം. നൈസ്. ഫ്രണ്ടിൽ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഇവിടെയാണ് നമ്മൾ ബോണറ്റിനെ ഇവിടെ മുതൽ ഓപ്പൺ ആക്കുന്നത്. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് മാത്രമേ ബോണറ്റ് ഉള്ളൂ എന്നുള്ളൊരു കാര്യം. അത് നൈസ്. അതുപോലെ തന്നെ ഈ റെഡ് കളറും നല്ല രസമുണ്ട് കേട്ടോ. ഒരു അടിപൊളി കളറായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഫ്രണ്ടിൽ നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളത്. അവിടെ നമുക്ക് വൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ വാഷിംഗ് യൂണിറ്റും ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നൈസ്. ഇനി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഡയമണ്ട് കട്ട് അലോയ് വീലാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 16 ഇഞ്ച് വീലാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് ടൊയോട്ടയുടെ എംബ്ലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫെൻഡേഴ്സ് പോലത്തെ ഒരു ഭാഗം കാര്യങ്ങളൊക്കെ കാണാം. നല്ല രസമുണ്ടല്ലേ. അതുപോലെ തന്നെ ക്രോമിയം പ്ലേറ്റഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് നമുക്ക് കാണാം. അതിനകത്ത് റിക്വ സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ സൈഡിലും നമുക്ക് റിക്വ സെൻസറുകളെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സൈഡ് വ്യൂ മിറർ, അതിനകത്ത് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഒരു ക്യാമറ യൂണിറ്റ്, അതായത് നമ്മൾ 360 ഡിഗ്രി ക്യാമറ യൂണിറ്റിൻ്റെ ഭാഗം അവിടെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഈ ഒരു ക്രോമിയം പ്ലേറ്റ് ഉണ്ടോ, അതിങ്ങനെ ബാക്കിലേക്ക് കൂടി നീണ്ട് ഇങ്ങോട്ട് കയറി നിൽക്കുന്ന തരത്തിലാണ് ക്രമീകരിച്ചുള്ളത്. ഇവിടെ നമുക്ക് നമ്മുടെ ആൻറ്റിന കാണാം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ ഇതാണ് സൈഡ് പ്രൊഫൈൽ വരുന്നത്. വളരെ രസകരമായിട്ടുള്ളൊരു ഡിസൈനാണ്. ഈ ഒരു ഉരുണ്ട ഷേപ്പ് നല്ല ഭംഗിയാണ് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ബാക്ക് പ്രൊഫൈൽ. നമ്മുടെ ടെയിൽ ലാമ്പ് യൂണിറ്റ്, ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലാമ്പും എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു ഭാഗം നമ്മുടെ ടെയിൽ ഗേറ്റിലേക്ക് കൂടി കയറി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ V എന്ന് പറയുന്ന ബാഡ്ജ് കാണാം. 4 വേരിയൻറ്റിൽ ഈ വാഹനമാണ് കേട്ടോ. നേരത്തെ ഗ്ലാൻസ് 2 വേരിയൻറ്റിലാണ് ഉണ്ടായിരുന്നത്.
ഇപ്പോൾ 4 വേരിയൻറ്റുകൾ അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ നമ്മൾ അമാന ടൊയോട്ടയുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വിളിച്ച് കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അതുപോലെ നമ്മുടെ ടൊയോട്ടയുടെ ലോഗോ കാണാം, തൊട്ട് മുകളിലായിട്ടൊരു ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഗ്ലാൻസ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം, ഡിഫോഗർ ലൈൻസ്, അതുപോലെ തന്നെ റിയർ വൈപ്പർ യൂണിറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഹൈബോർഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സ്പോയിലർ യൂണിറ്റിൻ്റെ ഭാഗവും കാണാൻ കഴിയും. ഇത്രയാണ് നമുക്ക് ബാക്കിൽ നിന്ന് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റിഫ്ലക്ഷൻ യൂണിറ്റ്, പാർക്കിംഗ് സെൻസർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ഇനി ബൂട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ മാനുവലി ഓപ്പൺ ചെയ്യുന്ന ബൂട്ടാണ്. പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ളൊരു ബൂട്ട് സ്പേസാണ്. ധാരാളം സാധനങ്ങൾ ഉള്ള കേട്ടോ. നല്ലൊരു പ്രാക്ടിക്കലാണ്. എനിക്ക് തോന്നുന്നു 5-6 ക്യാബിൻ ബാഗ് ഉള്ളതിനൊരു പ്രശ്നമില്ല എന്നുള്ളതാണ്. ഇനി ഇതാണ് ഇൻറ്റീരിയർ. ഇൻറ്റീരിയറിലും ചെറിയ മാറ്റങ്ങളുണ്ട്. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റീരിയറിലേക്ക് പോവാം. ഇൻറ്റീരിയറിലേക്ക് പോകുന്ന സമയത്ത് ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. രസമുണ്ടല്ലേ, ഒരു ബീജും ബ്ലാക്കും ചേർന്നിട്ടുള്ള ഒരു ഇൻറ്റീരിയർ എന്ന് പറയാം. ഡോറിലേക്ക് വന്നു കഴിഞ്ഞാലും ആ ഒരു ബീജിൻ്റെയും ബ്ലാക്കിൻ്റെയും അതുപോലെ തന്നെ ഒരു പിയാനോ ബ്ലാക്കിൻ്റെയും മിശ്രിതമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ലെതറാട്ടോ, ഈ ബീജ് കാണുന്നതൊക്കെ. അതുപോലെ തന്നെ ഇതും ലെതറാണ്, ഈ ബ്ലാക്ക് ഭാഗം. ഇതൊരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റ്. അതിനകത്താണ് നമ്മുടെ മിററിൻ്റെ കൺട്രോൾ, അതുപോലെ തന്നെ പവർ വിൻഡോ കൺട്രോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തില്ല. താഴെ നമുക്കൊരു വാട്ടർ ബോട്ടിൽ ഹോൾഡർ കാണാം. മ്യൂസിക് സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീറ്റ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സീറ്റ് ഒരു ഫാബ്രിക് അപ്പോൾസ്ട്രിയാണ്. രസമുണ്ടല്ലോ, ഈ ഒരു കളർ കുറച്ചും കൂടി ഒരു പ്രീമിയം ടച്ച് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് അകത്തേക്ക് കയറുന്നതിന് മുമ്പ് സ്റ്റിയറിംഗ് വീൽ ഒരു ഡി ഷേപ്പ്ഡ് സ്റ്റിയറിംഗ് വീലാണ്. ഒരു പിയാനോ ബ്ലാക്കും അതുപോലെ തന്നെ ലെതറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള തരത്തിലുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ. ബാക്കി കാര്യങ്ങൾ നമ്മൾ അകത്തേക്ക് കയറുന്ന സമയത്ത് ഇവിടെ നമുക്ക് നമ്മുടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേൻ്റെ കൺട്രോളും അതുപോലെ തന്നെ അതിൻ്റെ ബ്രൈറ്റ്നസ് കൺട്രോളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ 360 ഡിഗ്രി വ്യൂ, അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ, ഓട്ടോ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടൺ, അതുപോലെ തന്നെ ഹെഡ് ലാമ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഒപ്പം നമുക്കൊരു 5 ഡമ്മി ബട്ടണുകൾ കാണാം. ഇവിടെ നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കാണാം. AC വെൻറ്റുകൾ ക്രമീകരിച്ചുള്ളൊരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിൻ്റെ അകത്താണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാണാം. ഞാനത് ഓൺ ചെയ്യണം വണ്ടി. ഇപ്പോൾ വാഹനം ഓണാണ്. അപ്പോൾ ആ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഭംഗി ശ്രദ്ധിച്ചു. നടുവിലൊരു ഡിജിറ്റൽ ഭാഗം എല്ലാം കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ ഭാഗം, ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഒന്ന് ഓണാക്കാം അല്ലേ. ഇതാണ് ഹെഡ് അപ്പ് ഡിസ്പ്ലേ. ഹെഡ് അപ്പ് ഡിസ്പ്ലേക്കകത്ത് നമ്മൾ സ്പീഡോമീറ്റർ, RPM മീറ്റർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്റ്റിയറിംഗ് വീല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലെതറും അതുപോലെ തന്നെ പിയാനോ ബ്ലാക്കും ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ക്രോയിസ് കൺട്രോളിൻ്റെ ബട്ടൺ നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് നമ്മുടെ ഇൻഡിക്കേറ്റർ, ഹെഡ് ലാമ്പ് തുടങ്ങിയിട്ടുള്ള കൺട്രോളുകൾ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ വൈപ്പർ യൂണിറ്റിൻ്റെ കൺട്രോളും കാര്യങ്ങളും ഒക്കെ കാണാൻ കഴിയും എന്നതാണ്. ഹോണ്, ഇതാണ് ഹോണ് വരുന്നത്. കൊള്ളാമല്ലേ, അത്യാവശ്യം മോശമില്ലാത്ത ഹോൺ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫ്രീ സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു 9-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാണാം. അതിനകത്ത് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. ഹസാർഡ് ലാമ്പിൻ്റെ കൺട്രോൾ, അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് AC വെൻറ്റ്. ഇവിടെ നമുക്ക് ACയുടെ കൺട്രോൾ കാണാം. ഇതൊക്കെ നല്ലൊരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളൊരു ഡിസൈനായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഈ ഒരു ബീജ് കളർ കൊടുത്തത് നല്ലൊരു രസമുണ്ട് അല്ലേ. ശരിക്കും ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റ്, അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് എലമെൻറ്റ്, പിന്നെ ഒരു ബീജ് കളർ നല്ല ഭംഗിയുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്ലോ ബോക്സ്. ഇനി ഇവിടെ നമുക്കൊരു USB ചാർജിങ് പോർട്ട് കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡറിനകത്ത് നമ്മുടെ ഇൻവോൾവ് കണ്ടുണ്ട് അല്ലേ, നൈസാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ സ്റ്റിയറിംഗ് വീല് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ അകത്തും അതുപോലെ തന്നെ 5 സ്പീഡ് ഓട്ടോമാറ്റിക്കിൻ്റെ അകത്തുമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഹാൻഡ് ബ്രേക്ക് കാണാം. ഇവിടെ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അഡ്ജസ്റ്റബിൾ ആട്ടോ. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഡയനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ, റീഡിംഗ് ലാമ്പ്, ഷെയ്ഡിനകത്ത് മിററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ലാമ്പും ഉണ്ട്. തൊട്ടിപ്പുറത്തുള്ളതിൽ മിററും ലാമ്പും നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. നൈസ്, കൊള്ളാം. ഇത്രയാണ് നമുക്ക് ഫ്രണ്ടിൽ എന്ന് പറയാനുള്ളത്. ഇവിടെ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങളൊക്കെ കാണാം. മൊത്തത്തിൽ ഇത്രയാണ് നമുക്ക് ഫ്രണ്ടിൽ ഇരുന്നിട്ട് പറയാനുള്ളത്. ശരിക്കും നമ്മുടെ സീറ്റിങ്ങും അടിപൊളിയായിട്ടോ, നല്ല പൊസിഷൻ ആയിട്ടുള്ള സീറ്റാണ്. നല്ല ബോഡി കംഫർട്ടും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. നല്ല ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം അയാളെ ഹാപ്പി ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള സീറ്റ് തന്നെയാണെന്ന് പറയാം. ഇനി നമുക്ക് ബാക്ക് സീറ്റ് ഒന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് എഞ്ചിൻ, പിന്നെ നമുക്കൊന്ന് റോട്ടിലേക്ക് എടുത്ത് ഓടിക്കുകയും ചെയ്യാം. ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് ഈ വാഹനത്തിൻ്റെ ബാക്ക് സീറ്റ് വരുന്നത്. ഇവിടെ പിയാനോ ബ്ലാക്ക് എലമെൻറ്റിനകത്ത് പവർ വിൻഡോ കൺട്രോൾ, ആ ഒരു ലെതർ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. വാട്ടർ ബോട്ടിൽ ഹോൾഡർ, മ്യൂസിക് സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സീറ്റും ഒരു ഫാബ്രിക് അപ്പോൾസിയോട് കൂടി വന്നിട്ടുള്ള സീറ്റ് തന്നെയാണ്. കയറിയിരുന്നു കഴിഞ്ഞാൽ എത്ര ലെഗ് റൂം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 വിരലിൽ കൂടുതൽ ലെഗ് റൂം ഈ വാഹനത്തിനകത്തുണ്ട്. അതായത് നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുക, ഞാനൊരു 6 അടി ഉയരമുള്ള ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം തല ചെറുതായിട്ടൊന്ന് തട്ടുന്നുണ്ട്. ബാക്കിലേക്ക് ആക്കി കഴിഞ്ഞാൽ തട്ടും, അതുപോലെ നീർന്നിരുന്ന തട്ടുമെന്നല്ലാതെ ഞാനൊരു സാധാരണ ഗതിയിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് തട്ടുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലെഗ് റൂമും അത്യാവശ്യം നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുണ്ട്. കാലൊക്കെ നമുക്ക് അതിനകത്ത് കയറ്റി വെച്ച് നല്ല റിലാക്സ് ആയിട്ടിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. റിയർ AC വെൻറ്റ്. തൊട്ട് താഴെയായിട്ട് 2 USB പോർട്ടുകൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. സ്പീഡ് ചാർജിങ് പോർട്ടുകൾ കൊള്ളാം. ഇവിടെ നമുക്ക് റീഡിംഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. നൈസല്ലേ. 2 ഹെഡ് റെസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ആംബ്രസ്റ്റും ഇതിനകത്ത് മിസ്സിംഗ് ആണ് എന്നുള്ളത് ബാക്കിലിരിക്കുന്ന സമയത്ത് പറയാം.
ബാക്കിയൊക്കെ നൈസ്. ഇനി നമുക്ക് എഞ്ചിൻ റൂം ഒന്ന് കാണാം, അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഡ്രൈവിനെടുക്കാം. ഇതാണ് ടൊയോട്ട ഗ്ലാൻസയുടെ എഞ്ചിൻ ഭാഗം വരുന്നത്. ഒരു 4 സിലിണ്ടർ K12 എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തുള്ളത്. 113 Nm ടോർക്കിനകത്തും അതുപോലെ 89 HP ഹോഴ്സ് പവറിനകത്തും വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിൻ എന്ന് പറയാം. 2 ട്രാൻസ്മിഷനാണുള്ളത്, 5 സ്പീഡ് മാനുവൽ അതുപോലെ തന്നെ 5 സ്പീഡ് ഓട്ടോമാറ്റിക്കും. മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5 സ്പീഡ് മാനുവലിൻ്റെ അകത്ത് 22.3 km/L ആണ്. അത് ഓട്ടോമാറ്റിക്കിലേക്ക് വരുന്ന സമയത്ത് 22.9 km/L ആണ്. AMT ആണ്, AMT വേരിയൻറ്റ്, അതുകൊണ്ട് കുറച്ച് മൈലേജ് കൂടുതലാണ് എന്നുള്ളതാണ്. AMT ആവുന്നതുകൊണ്ട് മെയിൻ്റനൻസ് കുറവായിരിക്കും, അതുപോലെ തന്നെ മൈലേജ് കൂടുതലായിരിക്കും എന്നുള്ളതാണ് AMTയിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൊള്ളാം. പാക്കിങ് എനിക്കൊന്നും ഒരുപാട് സ്ഥല സൗകര്യം ഉണ്ടല്ലോ, അതായത് ഡീസൽ ഇനിയും ഡീസൽ വരുമോ എന്നുള്ള ചർച്ച നമ്മൾ തുടരേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ വരുമായിരിക്കും, കാത്തിരിക്കാം. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ടൊയോട്ട ഗ്ലാൻസ എന്ന് പറയുന്ന മോഡലിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ചേഞ്ച്, അതായത് ആ ഒരു ബമ്പറിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ആ ഒരു ഫ്രണ്ട് ഡിസൈൻ്റെ കാര്യത്തിലും ടൊയോട്ട വരുത്തിയിട്ടുണ്ട് എന്നുള്ളത്. അതായത് നമ്മൾ ആ റീബാഡ്ജിങ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ പരിശോധിക്കുന്ന സമയത്ത് അത് വളരെ മനോഹരമായിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ വാറണ്ടിയും വ്യത്യാസമുണ്ട് എന്ന് പറയാം. അതായത് 3 വർഷത്തേക്കുള്ള വാറണ്ടി കമ്പനി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഒരു പ്രത്യേകതയാണ്. ഞാൻ പറഞ്ഞു 4 വേരിയൻറ്റിൻ്റെ അകത്താണ് ഈ മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത്. ESGV എന്ന് പറയുന്ന 4 വേരിയൻറ്റുകളിലായിട്ട് ഈ വാഹനം അവൈലബിൾ ആണ്. 6,39,000 രൂപയാണ് ഫസ്റ്റത്തെ എന്ന് പറയുന്ന വേരിയൻ്റ് ഷോറൂം പ്രൈസ് വരുന്നത്. അത് ടോപ്പിലേക്ക് വരുന്ന സമയത്ത് വിയിലേക്ക് വരുന്ന സമയത്ത് 9,69,000 ആണെന്ന് പറയാം. അതിൻ്റെ ഇടയിലുള്ളതൊക്കെ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമാന ടൊയോട്ടയിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഡ്രൈവ് ചെയ്ത് നോക്കുന്ന സമയത്ത് ബാക്കി വിശേഷങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോളേ നമ്മൾ ഗ്ലാൻസ ഒന്ന് ഡ്രൈവിനെടുത്തിരിക്കുകയാണ്. ആദ്യം നമുക്ക് എഞ്ചിൻ റിലേറ്റഡ് ആയിട്ട് കാര്യം പറയാം. അതായത് ഒരു K12 എഞ്ചിനാണെന്ന് ഞാൻ പറഞ്ഞു. 89 ഹോഴ്സ് പവർ 113 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിൻ. 5 സ്പീഡ് മാനുവലും 5 സ്പീഡ് ഓട്ടോമാറ്റിക്കുമാണ്. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന മാനുവലാണ്. മാനുവൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സാധാരണ അതിൽ പലരുടെയും ഒരു ടെൻഷൻ, ഈ മാനുവൽ ആവുന്ന സമയത്ത് ക്ലച്ചെല്ലാം ചവിട്ടി ഗിയറെല്ലാം മാറ്റുന്ന സമയത്ത് ഭയങ്കര എഫേർട്ട് വേണ്ടി വരുന്നൊരു തോന്നലുണ്ട്. അതൊക്കെ ഒരു പരിധിവരെ എല്ലാ വണ്ടികളിൽ നിന്നും ഒഴിവായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു മാനുവലിന് അങ്ങനെ പേടിക്കുന്ന ആൾക്കാർ മാനുവൽ എടുക്കാതിരിക്കേണ്ട എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായം. പിന്നെ അതുപോലെ തന്നെ AMT ആണ്. ഒരു ആക്ച്വേറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയാം. അതായത് സാധാരണ മാനുവലിൽ നിന്ന് വ്യത്യാസമായിട്ടൊരു ആക്ച്വേറ്റർ അതിനകത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് AMTയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ AMTയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലേജ് കൂടുതൽ കിട്ടും, അതുപോലെ തന്നെ മെയിൻ്റനൻസ് കുറവായിരിക്കും എന്നുള്ളതാണ് AMTയിലേക്ക് വരാൻ ചില വാഹന നിർമ്മാണ കമ്പനികൾ ഇപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. ഇനി നമുക്ക് ഈ വാഹനം ഒന്ന് സ്പീഡിലേക്ക് കൊണ്ടുവന്നിട്ട് നോയ്സും കാര്യങ്ങളും എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കാം. ഇതിപ്പോൾ 3rd ഗിയറിലാണ് പോകുന്നത്. ഞാൻ 80 കഴിഞ്ഞു, 90. അത്ര വലിയ നോയ്സൊന്നും ക്യാബിൻ്റെ അകത്തേക്ക് വരുന്നതായിട്ട്, അല്ലെങ്കിൽ ബോറടിപ്പിക്കുന്ന ഒരു നോയ്സ് ക്യാബിൻ്റെ അകത്തേക്ക് കയറി വരുന്ന ഫീലൊന്നും ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഇതാണ് ഓവറായിട്ട് നമ്മൾ റിവ് ചെയ്യുമ്പോഴുള്ള സൗണ്ട്. അതും അങ്ങനെ ഭയങ്കര മോശമായിട്ടുള്ളൊരു സൗണ്ട് എന്ന് നമുക്ക് പറയാനും കഴിയില്ല എന്നുള്ളതാണ്. കൊള്ളാം. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ടോർക്കി ഫീൽ നമുക്ക്, അതായത് ഈ ഒരു വാഹനം ശരിക്കും പറഞ്ഞാൽ ഒരു പെർഫോമൻസ് കാറൊന്നുമല്ല, ഒരു പ്രീമിയം ഹാച്ച് എന്നുള്ളൊരു കൺസിഡറേഷനിൽ നോക്കുന്ന സമയത്ത് ആവശ്യമുള്ളൊരു ഡ്രൈവിംഗ് കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈസി ടു മാനുവറാണ്. നമുക്ക് ട്രാഫിക്കിലൊക്കെ കയറി പോകാനും അതിനുമൊക്കെ ഈസി ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഒരു സിറ്റി ഡ്രൈവിൽ കുറച്ചും കൂടി കൂടുതൽ കംഫർട്ട് വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ 360 ഡിഗ്രി ക്യാമറ ഒക്കെ ഒരു ടൈറ്റ് പാർക്കിങ്ങിന് പോകാനും അതിനൊക്കെ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ആ ഒരു ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ്. അതിലേക്ക് ഞാൻ വീണ്ടും വരുന്നില്ല. ഇനി പ്രധാനമായിട്ടുള്ളൊരു സംശയം നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം വെച്ച് കഴിഞ്ഞാൽ, ഈ ഇപ്പം ഗ്ലാൻസയും ഗ്ലാൻസിൻ്റെ സിബ്ലിംഗ് അല്ലെങ്കിൽ ഗ്ലാൻസിൻ്റെ കസിൻ, ഇതിൽ നിന്ന് ആരെ എടുക്കണം എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും കിട്ടാറുണ്ട്. അതിന് എനിക്ക് പറയാനുള്ളൊരു ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ സർവീസാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏത് കമ്പനിയാണ് നിങ്ങൾ നല്ല പ്രീമിയം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാഹനം എടുക്കാമെന്നാണ്. കാരണം ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ലുക്ക് വൈസ് അതും ശരിക്കും നിങ്ങളുടെ ഇഷ്ടമാണ്. അതായത് ഓരോരുത്തർക്കും ഓരോ ചോയ്സാണ്. ചില ആളുകൾക്ക് മറ്റേതായിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് ഈ ടൈപ്പ് ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് കൺസിഡർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഗ്ലാൻസയിലേക്ക് വരുന്ന സമയത്ത് വാറണ്ടി കുറച്ചധികം കൂടുതലുണ്ട് എന്നുള്ളതൊരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് എടുത്തു വരാം. അതായത് 3 വർഷത്തെ വാറണ്ടി ശരിക്കും ഗ്ലാൻസ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു നല്ല പോയിൻ്റായിട്ട് എനിക്ക് എടുത്ത് പറയാൻ കഴിയും.
അത്രയാണ് ശരിക്കും ആ ഒരു ചോദ്യത്തിന് ഉത്തരത്തെ വളരെ പെട്ടെന്ന് പറയാനുണ്ടെങ്കിൽ ഉണ്ട്. പിന്നെ ഡ്രൈവിംഗ് ക്വാളിറ്റിയും അതുപോലെ തന്നെ ഡ്രൈവ് കോൺഫിഡൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ശരിക്കും നേരത്തെ ഉണ്ടായിരുന്ന ഗ്ലാൻസിനേക്കാളും കൂടുതൽ ബോഡി ക്വാളിറ്റി പുതിയ ഗ്ലാൻസൊക്കെ വരുത്തിയിട്ടുണ്ട്. അതായത് കുറച്ചുകൂടി കൂടുതൽ സ്റ്റീൽസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നുള്ള അതിനുള്ള റീസൺ പറയുന്നത്. പക്ഷേ അത് കാര്യമായിട്ട് അങ്ങനെ മൈലേജിന് എഫക്റ്റ് ചെയ്തിട്ടില്ല എന്നും കൂടി പറയാം. കാരണം മൈലേജ് എന്നുള്ളത് വളരെ വലിയൊരു ടോക്കിംഗ് പോയിൻ്റാണ് ഇപ്പോഴത്തെ ഒരു സമയത്ത്. കാരണം പെട്രോളിനും അതുപോലെ തന്നെ ഡീസലിനും ഒരു പരിധിവരെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. നമുക്ക് ഒന്ന് നിർത്തിയിട്ടുണ്ട് ഞാൻ വാഹനം. നമുക്കൊന്ന് ആക്സലറേഷൻ കൊടുത്തെടുക്കാം. അപ്പോൾ ഓരോ ഗിയറിലും എത്ര വരെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നോക്കാം. അതുപോലെ തന്നെ ഗിയറിൻ്റെ പൊസിഷനും കാര്യങ്ങളും ഒന്ന് നോക്കാം. ജസ്റ്റ് ഓക്കെ, റെഡി? വീൽ സ്പിൻ കിട്ടിയില്ല. 40 ഫസ്റ്റ് ഗിയർ, അവിടുത്തെ സെക്കൻഡിലേക്ക് മാറി. സെക്കൻഡിൽ ശരിക്കും ഒരു 80 വരെയൊക്കെ പോകും കേട്ടോ. 80 കഴിയുമ്പോൾ ഒരു ചെറിയ രൂപത്തിൽ എഞ്ചിൻ എഫേർട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ സെക്കൻഡിൻ്റെ ഒരു പ്രത്യേകത കുറച്ചുകൂടി താഴേക്ക് കൊണ്ടുവരാൻ, അത് 20 വരെ താഴ്ത്തി കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇനിയിപ്പോൾ തേർഡിലാണ് പോകുന്നത്. തേർഡിൽ ശരിക്കും ഒരു 100-110 വരെയൊക്കെ പോകുന്നതിനൊരു കുഴപ്പമില്ല. അത് കൊള്ളാം. തേർഡ് അത്യാവശ്യം നമുക്ക് നല്ല റേഞ്ച് കിട്ടുന്നുണ്ട്. ഇനി തേർഡിന് നമ്മൾ താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 40 വരെയൊക്കെ കിട്ടുന്നുണ്ട്. കൊള്ളാം, അത് നൈസ്. അപ്പോൾ തേർഡ് ഗിയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സിറ്റിയിലേക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഗിയറായിട്ട് കൺസിഡർ ചെയ്യാമല്ലേ. കാരണം വളരെ ലോ റേഞ്ചിലേക്ക് കൊണ്ടുവരാനും പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഹൈ റേഞ്ചിലേക്ക് കൊണ്ടുപോകാനും സഹായിക്കുന്നുണ്ട്. അത് നൈസ് ഒരു കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നി. കൊള്ളാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 4 വേരിയൻറ്റുകളിലായിട്ട് ഈ വാഹനം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അമാന ടൊയോട്ടയിൽ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടും. താഴെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രേക്ക് കൂടി നോക്കിയാലോ. അടിപൊളി, നല്ല സ്മൂത്ത് ബ്രേക്കാണ്. ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് വലിയ അസ്വസ്ഥതകളൊന്നും ക്യാബിൻ്റെ അകത്ത് ഇരിക്കുന്നവർക്ക് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അതായത് പെട്ടെന്ന് പോയിട്ട് എമർജൻസി ബ്രേക്ക് കിട്ടുന്ന സിറ്റുവേഷൻ അല്ല പറഞ്ഞത്. അതായത് നോർമൽ ഗതിയിൽ നമ്മളൊരു സഡൻ ബ്രേക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഏറ്റവും പുതിയ ഗ്ലാൻസ എന്ന് പറയുന്ന മോഡൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറയാനുള്ള കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.